നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു മാക്രമേ എയർപോർട്ട് പൗച്ചാണ്, അല്ലെങ്കിൽ ഒരു കോയിൻ പൗച്ചായിട്ടും ഇതിനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളൊരു 3mm ട്വിസ്റ്റഡ് കോഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൈഡഡ് കോഡും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ സ്ട്രാൻഡ് കോഡും യൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുന്നതാണ്. അതിനുശേഷം 50 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള 2 കോഡ് എടുക്കുക. കറക്റ്റ് സെൻറ്റർ അതിൻ്റെ ഫോൾഡ് ചെയ്ത് ഈക്വൽ പാർട്സ് ആക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ അതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കാം. അപ്പോൾ അത് വെക്കുന്ന സമയത്ത് അതിൻ്റെ എഡ്ജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അതിങ്ങനെ കൈവച്ച് ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമുക്കിനി ഈ ഒരു പൊസിഷനിൽ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ത്രെഡുകൾ ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇനി ഇതിനിപ്പോൾ ഞാനിപ്പോൾ ഒരു കുഷ്യൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മാക്രമേ ബോർഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഫസ്റ്റ് നമ്മളൊരു മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ എഡ്ജസിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ പിൻസ് യൂസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം ഒരു 20 കോഡ് 1 മീറ്റർ ലെങ്ത്തുള്ളത് കട്ട് ചെയ്തെടുക്കുക. അതിന് ലാസ്റ്റ് സൈഡ് നോട്ട് വഴി 10 ഒരു സൈഡിലും 10 മറ്റ് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് സൈഡ് നോട്ട് തന്നെയാണ് 2 സൈഡിലും കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ കോഡുകൾ എടുത്തിട്ട് ലാസ്റ്റ് സൈഡ് നോട്ട് വഴി ഈ ഒരു മിഡിൽ പോർഷനിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 10 കോഡ്സാണ് ഈ ഒരു സൈഡിൽ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. മറ്റേ സൈഡ് നമ്മൾ ആ സൈഡ് ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി. ആദ്യം ഈ ഒരു പോർഷനിൽ കുറച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സൈഡിലോട്ടേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ 4 കോഡ് എടുക്കുക. യൂഷ്വലി നമ്മൾ ബാഗ് ഉണ്ടാക്കുന്ന പോലെ തന്നെ സ്ക്വയർ നോട്ട് കെട്ടുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ മേലെ ഒരു ഗ്യാപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം നെക്സ്റ്റ് 4 കോഡ്സ് എടുക്കുക. വീണ്ടും സ്ക്വയർ നോട്ട് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റോയിൽ ടോട്ടൽ 5 സ്ക്വയർ നോട്ട്സാണ് ഉണ്ടാവുക. അതായത് നമ്മൾ 10 കോഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു 5 സ്ക്വയർ നോട്ട്സാണ് നമ്മളിതിൽ കെട്ടിക്കൊടുക്കേണ്ടത്. സോ അടുത്ത സ്റ്റെപ്പിൽ ആദ്യത്തെ 2 സ്കിപ്പ് ചെയ്യുക, ലാസ്റ്റിലെ 2 സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റോയിൽ ടോട്ടൽ 4 സ്ക്വയർ നോട്ട്സാണ് ഉണ്ടാവുക. അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റത്തെ 4 കോഡ്സ് എടുക്കുക, സ്ക്വയർ നോട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഓരോ സ്ക്വയർ നോട്ടിൻ്റെ ഇടയിലും ഗ്യാപ്പ് ഇല്ലാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇനി അടുത്ത 3rd റോയിൽ വീണ്ടും ലാസ്റ്റിൽ നിന്നും അതേപോലെ ഫസ്റ്റിൽ നിന്നും അഗെയിൻ 2 കോഡ്സിന് മാറ്റി വയ്ക്കുക. അതായത് ടോട്ടൽ 4 കോഡ്സിന്. അപ്പോൾ ഈ ഒരു റോയിൽ ടോട്ടൽ 3 സ്ക്വയർ നോട്ട്സ് ആയിരിക്കും ഉണ്ടാകുക. അങ്ങനെ അതൊരു വി ഷേപ്പ് പോലെ ഫോം ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുക. ഇപ്പം നമ്മൾ ചെയ്ത ഇതേ സ്റ്റെപ്പ് തന്നെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ചെയ്യാം. അപ്പം നമ്മൾ വീണ്ടും 10 കോഡ്സ് എടുക്കുക. 1 മീറ്ററിൻ്റെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ലാസ്റ്റ് സൈഡ് നോട്ട് വഴി 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് സ്ക്വയർ നോട്ട്സ് കെട്ടിക്കൊടുത്ത് നേരത്തെ ചെയ്ത പോലെ വി ഷേപ്പ് ഫോം ചെയ്യുക. അത് ചെയ്തിട്ട് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻഡിലും കൂടെ കറക്റ്റ് വി ഫോം ചെയ്ത് കൊടുക്കുക. നമ്മൾ യൂഷ്വലി ബാഗ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത ചേഞ്ചസ് വരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വി ഫോർമേഷന് ശേഷമാണ് ഇനി നമ്മൾ ഈ ഒരു എയർപോർട്ട് പൗച്ചിൽ ചേഞ്ചസ് വരാൻ വേണ്ടി പോകുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം ഇനി ഇതിനെ ആ പിൻസ് അതിൽ നിന്ന് റിമൂവ് ചെയ്യാം.
പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള ആ 50 സെൻറ്റിമീറ്റർ കോഡ്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു 2 കോഡ്സ് 2 എൻഡിലും ഉണ്ടാകും. അപ്പോൾ ആ 2 കോഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ശ്രദ്ധിക്കുക. അതിൻ്റെ എഡ്ജസ് കറക്റ്റ് പിടിച്ചുകൊണ്ട് തെറ്റിപ്പോകാൻ പാടില്ല. കറക്റ്റായിട്ട് പിടിച്ചുകൊണ്ട് 2 സൈഡിൽ നിന്നും ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. അത് ഒരേപോലെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സൈഡ് ലെങ്ത്ത് കൂടുതൽ ഒരു സൈഡ് ലെങ്ത്ത് കുറവാകും. അപ്പോൾ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് നന്നായി ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പിന്നെ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ലൂസാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായി പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് മാറിപ്പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ രണ്ടിനെയും ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു ബാൻഡ് എന്തെങ്കിലും വെച്ച് കെട്ടി വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ പൊസിഷൻ ഇതുപോലെ വയ്ക്കുക. അതിനുശേഷം ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ കെട്ടി വെച്ചിരിക്കുന്ന വി ഷേപ്പ് വരെ സെയിം സ്ക്വയർ നോട്ട് റിപ്പീറ്റ് ചെയ്യുക ഈ കോർണറിന്. അപ്പം ഫസ്റ്റത്തേൽ ഒരെണ്ണം ഉണ്ടാവും, അടുത്തതിൽ 2 വരും, അങ്ങനെ 3 ആ ഒരു ഇതിങ്ങനെ ഫില്ല് ചെയ്ത് വരും. അപ്പോൾ ഇത് 2 സൈഡിലും ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ ഈ സ്ക്വയർ നോട്ട് ലൂസാകാൻ പാടില്ല, നല്ലോണം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫസ്റ്റത്തെ ഒരെണ്ണം കഴിഞ്ഞു. ഇനി അടുത്ത റോയിൽ 2 വരിക, കാരണം ബാക്കിയുള്ളത് നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തതിൽ 3 സ്ക്വയർ നോട്ടാണ് വരിക. അതിന് ശേഷം നെക്സ്റ്റ് റോ ചെയ്യാം. അങ്ങനെ നമ്മൾ ആ താഴത്തെ വി എത്തിയത് വരെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ ബാഗൊക്കെ ഈ ഒരു സെയിം പ്രോസസ്സിൽ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. കുറച്ചുകൂടെ സൈസ് കൂടുതലുള്ള ഹാൻഡ് ബാഗൊക്കെ ഇതുപോലെ ചെയ്യാം, സെയിം പ്രോസസ്സിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചെയ്തതിൽ കുറച്ചുകൂടെ ത്രെഡ് കൂട്ടിയെടുത്താൽ മതി.
ഇനി സെയിം ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ റൈറ്റ് സൈഡും ചെയ്യാം. അതായത് ഇപ്പോൾ ചെയ്ത് അതേപോലെ തന്നെ. അപ്പോൾ ടോട്ടൽ അങ്ങനെ ഒരു 10 റോസ് ആയിട്ടാണ് ചെയ്യേണ്ടത് നമുക്ക്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കെട്ടിയിരിക്കുന്ന സ്ക്വയർ നോട്ട് സെയിം ആ സൈഡും കൂടി കംപ്ലീറ്റ് ചെയ്ത് ടോട്ടൽ 10 റോസ് വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ ഇത് ടോട്ടൽ ഇപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് 10 സെറ്റ് റോസ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, രണ്ട് സൈഡിലുമായിട്ടാണ് പറയുന്നത്. ഇനി ഈ ഒരു പൗച്ചിനെ നമുക്ക് നേരെ റിവേഴ്സായിട്ട് തിരിച്ചിടുക. അപ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ എഡ്ജസ് ഒന്ന് കെട്ടിയിട്ട് വെക്കുക. ഇല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ത്രെഡ് ഉള്ളിലോട്ട് കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ആ 50 സെൻറ്റിമീറ്ററിൻ്റെ കോഡിനെയാണ് പറയണത്. അത് രണ്ട് സൈഡിലുള്ള ത്രെഡും കൂടെ ഒന്നിച്ചിട്ടൊന്ന് കെട്ടി വെക്കുക. ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനും ആകും. അതുകൂടാതെ തന്നെ അത് ഉള്ളിലോട്ട് പോകാനുള്ള ചാൻസും ഉണ്ട്. അത് ആദ്യം തന്നെ ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ബോട്ടം എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത് എന്നുള്ളത് കാണാം. അതായത് നമ്മൾ അതിന് നേരത്തെ ചെയ്തതുപോലെ തന്നെ കറക്റ്റായിട്ട് 2 പാർട്ടാക്കി വയ്ക്കുക. അപ്പം അതിൽ മിഡിലുള്ള 2 കോഡ്സ് എടുക്കുക. അപ്പോൾ ആ 2 കോഡ്സ് ഇത് നമ്മൾ നേരത്തെ പോലെ തന്നെ ഏതെങ്കിലും പിൻസ് വെച്ച് ഹോൾഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ചെയ്താലും കുഴപ്പമില്ല. മിഡിലുള്ള 2 കോഡ് എടുത്തിട്ട് ഫസ്റ്റത്തെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള കോഡ് എടുക്കുക. അതിനെ ജസ്റ്റ് മാറ്റി വയ്ക്കുക. അതിനുശേഷം രണ്ടാമത്തേലുള്ള ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കോഡ് എടുക്കുക. ഫസ്റ്റ് സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. അങ്ങനെ ഓരോന്ന് സ്കിപ്പ് ചെയ്തിട്ടാണ് ഇത് വരേണ്ടത്. അപ്പോൾ ആദ്യത്തെ കോഡ് നമ്മൾ സ്കിപ്പ് ചെയ്തു, രണ്ടാമത്തത് വെച്ച് സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുത്തു. ഇനി മൂന്നാമത്തത് സ്കിപ്പ് ചെയ്യും, നാലാമത്തത് വെച്ച് സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കും. അങ്ങനെ ഓക്കെ. അപ്പോൾ തേർഡ് കോഡ് എടുത്ത് വീണ്ടും മാറ്റി വയ്ക്കുകയാണ്. സ്കിപ്പ് ചെയ്തു. ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും സ്കിപ്പ് ചെയ്യണം, മറക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കോഡ് എടുക്കുക, സ്ക്വയർ നോട്ട് കെട്ടുക. ഈ സ്ക്വയർ നോട്ട് കെട്ടുന്ന സമയത്ത് മാക്സിമം അടുപ്പിച്ച് വേണം കെട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇവ തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ക്ലോസ് ആക്കി വെച്ചുകൊണ്ട് വേണം കെട്ടാൻ വേണ്ടി. അപ്പോൾ അതിനാണ് ഞാൻ പിൻസ് ഉണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിരിക്കും എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് കോഡ് സ്കിപ്പ് ചെയ്യുന്നു, വീണ്ടും സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. ഈ ഒരു പൊസിഷനിലൊക്കെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പം അതൊന്ന് ജസ്റ്റ് ക്ലോസ് ആക്കി വെച്ചിട്ട് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ ഗ്യാപ്പ് ഇല്ലാതിരിക്കും. നാല് സ്ക്വയർ നോട്ട് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കുക. ഇപ്പോൾ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാം. കറക്റ്റ് പൊസിഷനായിരിക്കണം, മാറിപ്പോകാൻ പാടില്ല. കറക്റ്റ് ആ സെൻറ്റർ പൊസിഷൻ തന്നെ എടുക്കുക. നേരത്തെ ചെയ്ത സെയിം ഡയറക്ഷൻ ആ ഒരു രീതിയിൽ തന്നെ വീണ്ടും ഫസ്റ്റ് കോഡിനെ സ്കിപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കോഡ് വെച്ചിട്ട് സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. അങ്ങനെ ടോട്ടൽ 4 സ്ക്വയർ നോട്ട് കെട്ടുക. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ഷനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലോട്ടേക്ക് കൂടുതലായിട്ട്
ത്രെഡ് വരുന്നത് ഒരു ചെറിയൊരു ബൾജായിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. നിങ്ങളങ്ങനെ ചെയ്തു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോട്ടത്തിൽ ഒരേപോലെ വരും. അതായത് ഞാൻ പറയുന്നത് കോർണർ പൊസിഷനിലെ കാര്യമാണ്. കോർണർ പൊസിഷനിൽ നമ്മളിപ്പോൾ ഒരു സൈഡ് തന്നെ ഇപ്പം ചെയ്യുന്ന പോലെ റിപ്പീറ്റ് ആയിട്ട് സ്ക്വയർ നോട്ട് ഒരു സൈഡിൽ മാത്രം ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഓപ്പോസിറ്റ് എടുക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ബൾജായിട്ട് നിൽക്കും. അതിനുള്ള റീസൺ നമ്മൾ ആ ഒരു കോർണറിലേക്ക് അതിങ്ങനെ തള്ളി വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കുറച്ച് സ്ലോ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്, കാരണം ഭയങ്കര ചെറിയൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ സ്പീഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും അറിയില്ല. ഈ കുറേ പേര് എനിക്ക് റെക്കമെൻഡേഷൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു എയർപോർട്ടിൻ്റെ വീഡിയോനെ കുറിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്ലോയിൽ കാണിക്കുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സ്ലോ ആയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത്. അപ്പോൾ മിഡിലെത്തുമ്പം ഇപ്പം നമ്മൾ ആ സെൻറ്ററിലെടുത്ത 2 ഫില്ലർ കോഡ്സ് ഉണ്ടല്ലോ, 2 സൈഡിലുള്ള ആ ഫില്ലർ കോഡ്സിനെ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ത്രെഡ് വെച്ച പോലെ തന്നെ ഇങ്ങനെ വയ്ക്കുക. ഈ ഒരു പൊസിഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വയ്ക്കുക. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന കോഡ്സ് എടുത്തിട്ട് വീണ്ടും സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് പറയണത്. അപ്പം ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് ടൈറ്റ് ചെയ്യണ സമയത്ത് നമ്മളിപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ചിരിക്കുന്ന കോഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു സ്ക്വയർ നോട്ട് കെട്ടി വീണ്ടും അടുത്ത ത്രെഡ് എടുക്കുക. അതിന് സ്കിപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള കോഡാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ 1 മീറ്റർ കറക്റ്റ് എടുത്തുകൊണ്ട് ത്രെഡ് കുറച്ച് ലെങ്ത്ത് കുറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു സ്ലോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ത്രെഡിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ എയിം. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത്ത് കൂടിയതാണ് പെട്ടെന്ന് തന്നെ കെട്ടാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ക്രോസ് ചെയ്തിട്ടിരിക്കുന്ന ഫില്ലർ കോഡ് ഉണ്ടല്ലോ, ആ ഫില്ലർ കോഡിനെ ജസ്റ്റ് ഇങ്ങനെ പുള്ള് ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നന്നായി ടൈറ്റ് ചെയ്യാനും മറക്കരുത്, എല്ലാ കോഡ്സും നന്നായി ടൈറ്റ് ചെയ്യാം. അതിനുശേഷം ഈ എക്സ്ട്രാ വരുന്ന കോഡ്സിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ട്വിസ്റ്റഡ് കോഡ് ആയതുകൊണ്ട് തന്നെ എൻഡിൽ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നതാണ്, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ ആ ഒരു സ്റ്റെപ്പ് ഇതിൽ കാണിച്ചിട്ടില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഉള്ളിൽ വേറെ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിലും കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ വീണ്ടും പഴയ പൊസിഷനിലോട്ടേക്ക് തന്നെ നമ്മൾ തിരിച്ചിടാൻ വേണ്ടി പോവാണ്. അപ്പം ഇങ്ങനെ സിസർ വെച്ചിട്ട് പുറത്തോട്ടേക്ക് വരുന്ന ത്രെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഉള്ളിലോട്ടേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഉള്ളിൽ ഗ്ലൂ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ആ സ്റ്റെപ്പ് ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല, ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കാറുണ്ട്.
എൻഡാണ് ഞാൻ ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കാറുള്ളത്. അല്ലാതെ മൊത്തത്തിലായിട്ട് അങ്ങനെ ഒട്ടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. എൻഡിൽ ആ പിരിഞ്ഞ് വരുന്നത് ഒഴിവാക്കാം. കാരണം നമുക്കിങ്ങനെ കിടക്കുമ്പോൾ ആ ഓരോ ഗ്യാപ്പിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ത്രെഡുകൾ ഇങ്ങനെ പിരിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കുന്നത് പറഞ്ഞത്. ഫാബ്രിക് ഗ്ലൂ ഓഫ് ഫെവിക്കോൾ രണ്ടിലേത് വേണേൽ യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ കൈ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ തള്ളി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് പൊസിഷൻ കറക്റ്റ് ആക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ പോയിന്റിൽ കോർണർ നോക്കുക. ആ കോർണറിൽ ബൾജായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ബൾജായിട്ട് കറക്റ്റായിട്ട് വരുന്നത് വരെ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക. ഇനി വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ 2 കോഡുകൾ വെച്ചിട്ട് 2 സൈഡിൽ നിന്നും പുള്ള് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് വീണ്ടും പഴയ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ എഡ്ജിൽ നിങ്ങൾക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ബീഡ്സോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുത്താലും മതി. അതിൻ്റെ ആവശ്യമുള്ള ലെങ്ത് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ബീഡ്സ് നമ്മൾ അപ്പം ഞാനിപ്പോൾ ഇതിൽ ചെറിയ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഡ്ജസ് കട്ട് ചെയ്തിട്ട് സാധാ ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ഞാൻ ടോട്ടൽ 4 ബീഡ്സ് തന്നെ കൊടുക്കുന്നുണ്ട്, ചെറിയ ബീഡ്സ് ആയതുകൊണ്ട്. പിന്നെ അത് ബീഡ്സ് വീട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എഡ്ജിലൊരു കെട്ടും കെട്ടി കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ വരുന്ന പോർഷൻസ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള 3 കോഡ്സും ബീഡ്സും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എഡ്ജസും ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ട്വിസ്റ്റഡ് കോഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2 പുള്ള് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ എന്തെങ്കിലും ബട്ടൺസ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എയർപോർട്ട് പൗച്ചായിട്ടും അതേപോലെ കോയിൻ പൗച്ചായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്